ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ വീക്കെൻഡിന്റെ 3 അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്ന്, ആരാണ് പുറത്തായത്. 2, ഷാനവാസിന്റെ നിലവിലത്തെ അവസ്ഥ എന്താണ്. അതോടൊപ്പം തന്നെ നെവിന് എന്താണ് ഉണ്ടായിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും. ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും വേണം. സോ ആദ്യം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ ആരാണ് എലിമിനേറ്റ് ആകുന്നത്. യെസ്, ആര്യനാണ് എലിമിനേറ്റഡ് ആകുന്നത് എന്നാണ് കേൾക്കുന്നത്. ഒരു ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമമാകും. കാരണം എന്ന് പറഞ്ഞാൽ ആര്യൻ എനിക്ക് ഇഷ്ടമല്ല. അത് വേറൊരു കാര്യം. പ്രത്യേകിച്ച് ആര്യൻ്റെ ഈ ഒരാഴ്ചത്തെ 2 ആഴ്ചത്തെ ആക്ട് എന്ന് പറയുന്നത് അനുവിനെ അടിച്ചത് ഉൾപ്പെടെയുള്ള ആക്ടുകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ആര്യനോട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആര്യനെ അതർ സൈഡ് നോക്കുമ്പോൾ ആര്യൻ ഒരു മികച്ച ഗെയിമർ ആയിരുന്നു. കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നോക്കൂ. 8 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം 50 മുകളിൽ പോയിന്റ് എടുത്തുമായിട്ട് പുള്ളി സെക്കൻഡ് പ്ലേസിൽ എത്തിയേക്കുന്നതാണ്. നമ്മുടെ നൂറയ്ക്ക് തൊട്ട് പുറകിലായിട്ട് നിൽക്കുന്നതാണ്. സോ ആര്യൻ പുറത്തായത് എങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. കാരണം നെവിൻ അവിടെ നിൽക്കുന്നു, സാബുമാൻ അവിടെ ഇരിക്കുന്നു, അക്ബർ അവിടെ ഇരിക്കുന്നു. ഇവരെല്ലാവരും അവിടെ നിൽക്കുമ്പോൾ തന്നെ ആര്യൻ ഔട്ടായത് എങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ ഷാനവാസിന്റെ അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളതാണ്. ഷാനവാസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ആര്യന്റെ ഈ ദുഃഖവാർത്ത പറയുമ്പോഴത്തേക്കും ഷാനവാസിന്റെ ഒരു ഗുഡ് ന്യൂസ് ആണ് വരുന്നത്. ഷാനവാസ് ഷോയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. വീണ്ടും കളി കണ്ടിന്യൂ ചെയ്യും, ഗെയിം കണ്ടിന്യൂ ചെയ്യും. സോ അതാണ് ഷാനവാസിന്റെ അപ്ഡേറ്റ്. മിക്കവാറും ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിലായിരിക്കും ഷാനവാസിന്റെ റീ എൻട്രി വരുന്നത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ നമ്മുടെ നെവിന്റെ കേസ് എന്തായിട്ടുള്ളതെന്നുള്ളത്. നെവിന്റെ കേസിൽ നിങ്ങൾ നോക്കി ഇപ്പൊ നിലവിൽ 2 പ്രൊമോസ് ആണ് വന്നിരിക്കുന്നത്. ഈ 2 പ്രൊമോയിലും നമ്മൾ വിചാരിച്ചത്ര അല്ലെങ്കിൽ വിചാരിച്ചത്രയല്ല, സാധാരണ ഒരു ചെറിയ കാര്യം എന്തെങ്കിലും കട്ടാ പോലും അനുവിനെയും ബാക്കിയുള്ളവരെയും കുറ്റം പറയുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ എടുത്തിട്ട് അലക്കുന്ന പോലെ ഒരു അലക്കൊന്നും ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി ഒരു ആഴ്ച മൊത്തം കുളമാക്കി ഏതൊക്കെ രീതിയിൽ എക്സ്ട്രീം ലെവൽ ഓഫ് പ്രോബ്ലംസ് ഉണ്ടാക്കുമോ അത്രയൊക്കെ ഉണ്ടാക്കിയ നെവിനെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തൊട്ട് തലോടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ 2 പ്രൊമോയിൽ. പക്ഷെ കേൾക്കുന്നത് നെവിനെ കുറെ കൂടി നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷെ അറിയത്തില്ല എന്തായാലും. പക്ഷെ പ്രൊമോയിൽ നിന്ന് വളരെ നിരാശാജനകമായിട്ടാണ് തോന്നിയത്. ഇങ്ങനെയല്ല നെവിനെ ട്രീറ്റ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നെവിൻ ഇന്നാണെന്നാണ് 99.99% ഉറപ്പാണ്. നെവിൻ ഇന്നാണെങ്കിൽ എനിക്കറിയത്തില്ല ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇത്രത്തോളം പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെന്ന് നെവിന് മനസ്സിലാക്കുകയാണെങ്കിൽ നെവിൻ സ്വാഭാവികമായിട്ടും ഇതിന്റെ അപ്പുറം വീണ്ടും കാണിക്കാനായിട്ടല്ലേ നോക്കത്തുള്ളൂ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആരാണ് നെവിൻ ഇത്രമാത്രം വോട്ട് കൊടുക്കുന്നത്, ഇത്രമാത്രം സപ്പോർട്ട് നെവിൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇത്രയും ഫാൻസ് ഉള്ളൂ നെവിൻ. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായി. ഈ വൃത്തിയിട്ടാണെങ്കിൽ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. കാരണം എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതല്ലേ. സോ എന്തായാലും വീക്കെൻഡ് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയായിരിക്കും നെവിൻ എടുത്തിട്ട് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് ലാലിന്റെ ഭാഗത്തുനിന്ന്. അതോ ഇത്തവണയും ലാലേട്ടന്റെ അനുവും ടീമും തന്നെയാണ്, നമ്മുടെ പട്ടാ ഗേൾസ് തന്നെ ആയിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പിന്നെ ഒബ്വിയസ്ലി അക്ബറിനെ കുറച്ച് എന്തായാലും പൊക്കി പറയുന്നുള്ളത് ഉറപ്പാണല്ലോ, അതും എന്തായാലും കാത്തിരുന്ന് കാണാം. സോ വീക്കെൻഡ് എപ്പിസോഡിനായി കാത്തിരിക്കാം. ഇപ്പൊ കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഷാനവാസ് തിരിച്ചെത്തി എന്നുള്ളത് നമ്മുടെ ആര്യന്റെ എവിക്ഷനുമാണ്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.